നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ, കുറച്ച് ലേറ്റ് ആയിപ്പോയി, 5 മിനിറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് POPയുടെ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് ഫ്രൂട്ട് ക്രോപ്സ് POPയിലുള്ളതും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ള അടുത്തൊരു ഏരിയ ആണ് പ്ലാന്റേഷൻ ക്രോപ്സ്. പ്ലാന്റേഷൻ ക്രോപ്സ് നമുക്കറിയാം, നമ്മുടെ കേരള കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റേഷൻ ക്രോപ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ക്രോപ്സ് ആണ്. എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സ്? എല്ലാവർക്കും അറിയാം, തോട്ടവിളകൾ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്രോപ്സ് ആണ് ഇത്: കോക്കനട്ട്, അരക്കനട്ട്, ഓയിൽ പാം. ഇനി നമുക്ക് റബ്ബർ ഉണ്ട്, കോഫി, ടീ, അങ്ങനെ കുറെ അധികം ക്രോപ്സിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് കോക്കനട്ടും അരക്കനട്ടും അതുപോലെ തന്നെ ഓയിൽ പാമും തെങ്ങും കവുകും അതുപോലെ എണ്ണപ്പനയും ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് മൂന്നും തന്നെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഇൻ സെൻസ് നമുക്കിപ്പം നിങ്ങൾ എല്ലാവരും POP ഇത് വായിച്ചിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ POP കൂടെ അടുത്ത് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് അറിയാം, നമുക്ക് പ്ലാന്റേഷൻ ക്രോപ്സ് നമ്മൾ വെജിറ്റബിൾസ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പഠിക്കുന്ന പോലെയോ അല്ല, കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ന്യൂട്രിയൻ മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കതൊരു തിയറി പോലെ വലിയൊരു കഥ പോലെ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഓറിയന്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് POPയിലുള്ളത് കൂടി പറഞ്ഞു പോകാം. പറ്റുമെങ്കിൽ നമുക്ക് കയ്യിൽ POP ഉണ്ടെങ്കിൽ അടുത്തടുത്ത് വെച്ചോളൂ, അത് ഉപകരിക്കും. അപ്പൊ നമുക്ക് സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു രീതിയിൽ പോവാം. ഫസ്റ്റ് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് ഒരു തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കോക്കനട്ടിന്റെ പല ഹൈബ്രിഡ്സ് ആണ്. ഹൈബ്രിഡ്സും അതിന്റെ പേരന്റേജ്, അതിന്റെ ക്രോസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ POPയിലുണ്ട്. ഓയിൽ സീഡ്സിനകത്താണ് നമ്മുടെ കോക്കനട്ട് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കോക്കനട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കൾട്ടിവേഴ്സും ഹൈബ്രിഡ്സും ഉണ്ട്. അപ്പൊ ഹൈബ്രിഡ്സിന്റെ ക്രോസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് കണ്ടുപിടിച്ചേ. ഇപ്പോഴത്തെ പോലെ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് സ്കേരശ്രീ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ്, അത് WCT ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ്, MYD എന്ന് പറയുന്ന മലയൻ യെല്ലോ ഡോർഫ് ആണ്. അപ്പൊ അത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ബാക്കിയുള്ള ഹൈബ്രിഡ്സ് അതിന്റെ പേരന്റേജ് എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് POPയുടെ ഫസ്റ്റ് പേജ് തന്നെ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? കോക്കോസ് ന്യൂസിഫെറ എന്നാണ് കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം. അതൊരു സിമ്പിൾ ക്വസ്റ്റൻ, നമ്മൾ പണ്ടുതൊട്ടേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റൻ ആയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് കുറെ കൾട്ടിവേഴ്സ് ആദ്യം കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് ഓള്, ലക്ഷദ്വീപ് ഓർഡിനറി, ചന്ദ്രകൽപ്പ എന്ന് പറയും. ദെൻ ഫിലിപ്പീൻസ് ഓർഡിനറി, കേരചന്ദ്ര, ആൻഡമാൻ ഓർഡിനറി, ജാവ, കൊച്ചിൻ ചൈന, കൊപ്പാടം, കൊമാദൻ, കേരശങ്കര, കൽപ്പരക്ഷ, കൽപ്പതേനു, കൽപ്പപ്രതിഭ, കൽപ്പമിത്ര, അങ്ങനെ കുറച്ച് കൾട്ടിവേഴ്സ് ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈബ്രിഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ്. അതിനകത്ത് D/T ഹൈബ്രിഡ്സും ഉണ്ട്, T/D ഹൈബ്രിഡ്സ്. അതായത് ഡോർഫ് ഇൻറ്റു ടോൾ ക്രോസ് ചെയ്തതും, T/D എന്ന് പറയുമ്പോൾ ടോൾ ഇൻറ്റു ഡോർഫും, തിരിച്ച് ഡോർഫ് ഇൻറ്റു ടോൾ, അങ്ങനെ ക്രോസ് ചെയ്ത ഹൈബ്രിഡ്സ് ഉണ്ട്. നമുക്ക് അതിന്റെ പേരന്റേജ് കാണുമ്പോൾ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെറൈറ്റീസിന്റെ നോട്ട് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചില സമയത്തും നമുക്ക് ആ പ്രത്യേകതയുള്ള വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ എടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിനകത്ത് എല്ലാ ഹൈബ്രിഡ്സിന്റെയും ഞാൻ ക്രോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹൈബ്രിഡ്സിന്റെയും ക്രോസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ഇത് പഠിക്കണം. കാണാതെ പഠിക്കുക എന്നേ ഉള്ളൂ നമുക്ക് നിവർത്തി. നന്നായിട്ട് ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ലാപ്പിന് ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പൊ അതുകൊണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഹൈബ്രിഡ്സിനകത്ത് ഈ പറയുന്ന എല്ലാ ഹൈബ്രിഡ്സിന്റെയും പേരന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില പേരന്റേജ് ഒക്കെ, ചില ക്രോസ് ഒക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പം. ഫസ്റ്റ് വൺ ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലക്ഷയുണ്ട്. സോ ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ഗംഗ, ദാറ്റ് ഇസ് ഗംഗബന്ധം. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബന്ധത്തിന്റെയും ക്രോസ് ആണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അനന്തഗംഗ. അനന്തഗംഗ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആൻഡമാൻ ഓർഡിനറിയും ഗംഗബന്ധം, ആൻഡമാൻ ഓർഡിനറിയും ഗംഗബന്ധം. ദെൻ കേരഗംഗ. കേരഗംഗ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ദാറ്റ് ഇസ് വെസ്റ്റ് കോസ്റ്റ് ടോൾ. വെസ്റ്റ് കോസ്റ്റ് ടോൾ ആണ്, ടോൾ ഇൻഡു വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻഡു ഗംഗബന്ധം.
അതിന്റെ ക്രോസ് ആണ് കേരഗംഗ. അപ്പൊ ഈ കേര എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എല്ലാം തന്നെയും ഫസ്റ്റ് വരുന്ന പേരുണ്ട് വെസ്കോസ്റ്റോൾ ആയിരിക്കും. അങ്ങനെ നോക്കി ഇപ്പം കേരഗംഗ നോക്കിയ വെസ്കോസ്റ്റോൾ ആണ്, കേരശ്രീ നോക്കിയ വെസ്കോസ്റ്റോൾ ആണ്, കേര ശങ്കർ നോക്കിയ വെസ്കോസ്റ്റോൾ ആണ്, കേര സൗഭാഗ്യം. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പൊ ഇത് പറയുമ്പോഴും നമുക്ക് എളുപ്പമാണ്. കേര വന്നതുകൊണ്ട് വെസ്കോസ്റ്റോൾ ആയിരിക്കും, ഇൻഡു ഗംഗ വന്നു ഗംഗബന്ധം. ഓക്കെ, ദെൻ കേര ശങ്കര. കേര ശങ്കര എന്ന് പറയുമ്പോൾ വെസ്കോസ്റ്റോൾ ഇൻഡു ചവക്കോട് ഓറഞ്ച് ഡോർഫ്. അതായത് എളുപ്പം നമുക്ക് സെലക്ട് COD എന്ന് കൊടുക്കാം. എന്താണ് COD എന്ന് കാണാം. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ചവക്കോട് ഓറഞ്ച് ഡോർഫ് മൂന്നെണ്ണം നമുക്ക് ചവക്കോട് ഓറഞ്ച് ഡോർഫ്, അതുപോലെ തന്നെ മലയൻ യെല്ലോ ഡോർഫ്, ചവക്കോട് ഗ്രീൻ ഡോർഫ്, അങ്ങനെ കുറച്ച് ചവക്കോട് തന്നെ ചവക്കോട് ഓറഞ്ച് ഡോർഫ് ഉണ്ട്, ഗ്രീൻ ഡോർഫ്, യെല്ലോ ഡോർഫ് അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം ഡോർഫ് ആയിട്ട് ക്രോസ് ചെയ്താണ് വെസ്കോസ്റ്റോളിന്റെ ചവക്കോട് ഓറഞ്ച് ഡോർഫ്, ദാറ്റ് ഈസ് കേര ശങ്കര. ചന്ദ്രശങ്കര എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇതിനെ തിരിച്ച് ക്രോസ് ചെയ്തു ചവക്കോട് ഓറഞ്ച് ഡോർഫ് ഇൻഡു വെസ്കോസ്റ്റൽ, ദാറ്റ് ഇസ് ചന്ദ്രശങ്കര. അപ്പം കേരശങ്കരയും ചന്ദ്രശങ്കരയും. ദെൻ കേരശ്രീ വെസ്കോസ്റ്റോൾ ഇൻഡു മലയൻ യെല്ലോ ഡോർഫ്, വെസ്കോസ്റ്റോൾ ഇൻഡു മലയൻ യെല്ലോ ഡോർഫ്. കേര സൗഭാഗ്യം വെസ്കോസ്റ്റോൾ ഇൻഡു SSA. ദെൻ ചവക്കോട് ഗ്രീൻ ഡോർഫ്, ദാറ്റ് ഇസ് ഇത് സിംഗിൾ സെറ്റിൽമെന്റ് അപ്രിക്കോട്ട് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. SSA അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, SSA എന്ന് അറിഞ്ഞിരിക്കുക. ചവക്കോട് ഗ്രീൻ ഡോർഫ് ഇൻഡു വെസ്കോസ്റ്റോളും, അത് വേറൊരു ക്രോസ് ആണ്. ദെൻ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ചവക്കോട് ഓറഞ്ച് ഡോർഫ്. എന്താണ് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ചവക്കോട് ഓറഞ്ച് ഡോർഫ്. ഇത്രയും ഹൈബ്രിഡ്സ് തന്നെയാണ് നമുക്ക് നമ്മുടെ എവിടെയും കൊടുത്തിരിക്കുന്നത്, POPയിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്രോസ് നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ അതുപോലെ അത് പഠിക്കാന്നാണ്. ഇപ്പൊ ഇതൊന്ന് പറഞ്ഞ ജസ്റ്റ്. കേരഗംഗ എന്ന് പറയുമ്പോ എന്തൊക്കെയായിരുന്നു? കേരഗംഗ എന്ന് പറയുമ്പം വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻഡു ഗംഗബന്ധം. കേരശങ്കര വരുമ്പോഴോ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻഡു ചവക്കാട് ഓറഞ്ച് ചവക്കോട് ഓറഞ്ച് ഡോർഫ് COD. ദെൻ ലാസ്റ്റത്തെ കേര സൗഭാഗ്യ വെസ്റ്റ് ടോൾ ഇൻഡു SSA. ഓക്കെ, അപ്പൊ SSAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെറ്റിൽമെന്റ് അപ്രിക്കോട്ട് എന്നാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര ഫുൾ എടുത്ത് ചോദിച്ചിട്ടില്ല. SSA തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഏകദേശം അറിയാം. നെക്സ്റ്റ് ഇസ് ഡാഷ് ഇസ് എ സുപ്പീരിയർ കോക്കനട്ട് സ്യൂട്ടബിൾ ഫോർ ടെൻഡർ നട്ട് ആൻഡ് കൊപ്ര. നമുക്കറിയാം ചിലത് ഡ്യുവൽ പർപ്പസ് ആയിട്ട് ടെൻഡർ നട്ട് ആയിട്ടും കൊപ്ര പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ്? വെസ്കോസ്റ്റോൾ ആണോ, ചവക്കോട് ഓറഞ്ച് ഡോർഫ് ആണോ, കേര മധുരയാണോ, നൺ ഓഫ് ദീസ് ആണ്? രണ്ടിനും, ടെൻഡർ നട്ടിനും കൊപ്രയ്ക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കേരമധുര എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, കേരമധുര POPയിൽ പറഞ്ഞിട്ടുണ്ട്. കേരമധുര എന്ന് പറയുന്നത് ഈ സുപ്പീരിയർ കോക്കനട്ട് സ്യൂട്ടബിൾ ഫോർ ടെൻഡർ നട്ട് ആസ് വെൽ ആസ് കൊപ്ര വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് നട്ട് വാട്ടർ വിത്ത് എക്സലന്റ് ക്വാളിറ്റി. അപ്പൊ അതിന്റെ ഈൽഡും കൊപ്ര ഈൽഡും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വെറൈറ്റീസിന്റെ കൊപ്ര ഈൽഡ് ഒന്നും എടുത്ത് ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇങ്ങനെ ആലോചിക്കുക, രണ്ട് പർപ്പസിന് ഉപയോഗിക്കുന്ന വെറൈറ്റീസോ മറ്റോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. കേരമധുര അതിനൊരു ഉദാഹരണമാണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് കേര സുലഭ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പഴയ POPയിൽ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവില്ല. കേര സുലഭ നോട്ട് ചെയ്യുക. ഹൈ ഈൽഡിംഗ് എക്സോട്ടിക് വെറൈറ്റി സ്യൂട്ടഡ് ടു കേരള. ലാർജ് ബോൾഡ് നട്ട്സ് ആയിരിക്കും വിത്ത് തിക് കേർണൽ ആൻഡ് വെയിറ്റ് ഓഫ് കൊപ്ര എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് കൊപ്ര കാണാതെ പഠിക്കാൻ ഞാൻ പറയത്തില്ല. ദെൻ സ്യൂട്ടബിൾ ടു ലാട്രോറ്റിക് സോയിൽ ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഈവൻ ആൻഡ് അൺഫേവറബിൾ കണ്ടീഷൻസ്. അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പല ഡിസീസസിനോ അല്ലെങ്കിൽ അബയോട്ടിക് സ്ട്രെസ്സിനോ അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളരാനാണ് പറ്റുന്ന ഒരു ഹൈ ഈൽഡിംഗ് എക്സോട്ടിക് വെറൈറ്റിയാണ് കേര സുലഭ എന്ന് പറയുന്നത്. വെറും സുലഭ എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണെന്ന് അറിയാമോ? സുലഭ ഈസ് എ വെറൈറ്റി ഓഫ്, ആർക്കെങ്കിലും അറിയോ? ഇതൊരു വെജിറ്റബിൾ ആണ്. ഒരു ക്ലൂ തരാം, അതൊരു വെജിറ്റബിളിന്റെ വെറൈറ്റിയാണ് സുലഭ. ആ ഒരു ക്രോപ്പിന് ആ ഒരൊറ്റ വെറൈറ്റി നമുക്ക് കേരളത്തിൽ റിലീസ്ഡ് ആയിട്ടുള്ളൂ. അതൊരു വെജിറ്റബിൾ ആണ്. അതൊരു കുക്കുറുബിറ്റീഷ്യസ് വെജിറ്റബിൾ ആണ്. അതൊരു ഡൈഷ്യസ് ആണ്. പെരുനിയൽ വെജിറ്റബിൾ ആണ്. കുറെ അധികം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വെറൈറ്റി ക്രോപ്പാണ്. ഏതാണെന്നറിയാവോ? എനിവൺ, ആർക്കെങ്കിലും അറിയോ? കുക്കുറുബിറ്റേഷ്യസ് വെജിറ്റബിൾസിന്റെ വെള്ളരി വർഗ്ഗ വിളകളിൽ നമ്മൾ കട്ടിങ്സ് വെച്ച് നടുന്നത് ഏത് ക്രോപ്പാണ്? കോവല്, അതായത് ഐവി ഗോഡ്, കോവയ്ക്ക അല്ലെങ്കിൽ ഐവി ഗോഡിന്റെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് കോവല് പഠിക്കുമ്പം അല്ലെങ്കിൽ ഐവി ഗോഡ് പഠിക്കുമ്പോൾ ഒരൊറ്റ വെറൈറ്റി അതിനകത്തുള്ളൂ. സുലഭ എന്ന് പറഞ്ഞ ഒറ്റ വെറൈറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം വെറും സുലഭ എന്നുള്ള ദാറ്റ് എന്താണ്? ഐവി ഗോഡ് അല്ലെങ്കിൽ കോക്സീനിയ ഗ്രാൻഡിസ്. നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അത് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ്, കോക്കനട്ട് വെറൈറ്റീസ് റെക്കമെൻഡഡ് ഫോർ കൾട്ടിവേഷൻ അണ്ടർ ഡ്രൗട്ട് പ്രോൺ ഏരിയാസ്. ഡ്രൗട്ട് പ്രോൺ ഏരിയാസിന് പറ്റിയിട്ടുള്ള വെറൈറ്റീസ് ഏതാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രകൽപ്പ,
ദെൻ കൽപ്പതേന് ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? all of the above. ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ. എല്ലാം തന്നെ ഡ്രൗട്ട് പ്രോൺ ഏരിയാസിന് പറ്റിയ വെറൈറ്റീസ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ വെറൈറ്റീസിന്റെ താഴെ നോട്ട് ഇട്ട് കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ ഡ്രൗട്ട് പ്രോൺ ഏരിയാസിന് കാണും കൽപ്പമിത്ര, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൽപ്പം പ്രതിഭ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതും ഒരു ഡ്യുവൽ പർപ്പസ് വെറൈറ്റി ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൽപ്പമിത്ര, കേരമധുര പറഞ്ഞു. കേരമധുരയ്ക്ക് എന്തായിരുന്നു പ്രത്യേകത? ടെൻഡർ നട്ടായിട്ടും അതുപോലെ തന്നെ എന്തിട്ടുണ്ടായിരുന്നു? കൊപ്ര ഈൽഡിനും കൊപ്രയ്ക്ക് ഇടുന്നതിനും. അപ്പൊ അത് അങ്ങനെ വരുന്ന രണ്ട് പർപ്പസിന് എടുക്കുന്നതിനാണ് ഡ്യുവൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഒരുപക്ഷെ ഇങ്ങനെ ടെൻഡർ നട്ടൊന്നും ഇതും എടുത്തു പറയാതെ ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ഒരു കോക്കനട്ടിന്റെ വെറൈറ്റി ഓപ്ഷണൽസിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ കൽപ്പ പ്രതിഭയുണ്ട്, നേരത്തെ പറഞ്ഞ കേരമധുരയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒരുമിച്ച് നോട്ട് ഡൗൺ ചെയ്ത് എഴുതി വെക്കുക. അപ്പൊ ഇത്തരമൊക്കെ വെറൈറ്റീസിന്റെ ഏരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോക്കനട്ടിന്റെ എല്ലാ വെറൈറ്റീസും ഇമ്പോർട്ടന്റ് ആട്ടോ. ഹൈബ്രിഡ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒക്കെ പേരന്റേജ് പഠിക്കണം. ഇപ്പൊ നമ്മൾ ഈ POP മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം എന്ന് പറയുന്ന ഏരിയസ് നല്ല രീതിയിൽ തന്നെ വായിക്കാം. പിന്നെ ഞാൻ മൊത്തത്തിൽ പറയട്ടെ, നമുക്കിപ്പം നമ്മുടെ ഒരു ഇപ്പൊ 3 ക്രോപ്സ് നമ്മളൊരു ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ 1 മണിക്കൂർ പോരാ നമുക്ക് കോക്കനട്ട് മൊത്തം പഠിപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ 1 മണിക്കൂറിൽ നമ്മൾ ഈ 3 ക്രോപ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് സീഡ് നട്ട് എന്ന് പറയുന്നത് നമ്മൾ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ തേങ്ങയുടെ വിത്ത് നമ്മൾ പാകുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. തേങ്ങ എങ്ങനെയാണ് നമ്മൾ പാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്യാം. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് സെലക്ഷൻ ഓഫ് മദർ പാംസ്. മദർ പാം സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു 7ഓളം പോയിന്റ്സ് നമ്മുടെ POP നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെലക്ഷൻ ഓഫ് മദർ പാംസ് ഇൻ കോക്കനട്ട്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞേ. All of these. ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. എല്ലാം തന്നെ നമുക്ക് എന്താണ് സെലക്ഷൻ ഓഫ് മദർ പാംസിൽ വരുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് 7 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത് നിങ്ങളുടെ POP കാണുമെന്ന് വിചാരിക്കുന്നു. POP വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും. ഇനി POP കഴിയില്ലെങ്കിൽ കേട്ടിരിക്കുക. റെഗുലർ ബിയറിംഗ് ഹാബിറ്റ് ആൻഡ് ഈൽഡിംഗ് നോട്ട് ലെസ് ദാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോറി, ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കാൻ വിട്ടുപോയത്. റെഗുലർ ബിയറിംഗ് ഹാബിറ്റ് ആൻഡ് ഈൽഡിംഗ് നോട്ട് ലെസ് ദാൻ 80 നട്ട്സ് പെർ ആനം. ഒരു വർഷം 80 നട്ട്സ് എങ്കിലും കുറയാത്ത രീതിയിൽ ബിയർ ചെയ്യുന്ന ഒരു എന്തായിരുന്നു ഒരു തെങ്ങായിരിക്കണം. ദെൻ ഏജ് യൂഷ്വലി ഒരു 20 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളത്. അതായത് 5 years ആഫ്റ്റർ റീച്ചിങ് ഫുൾ ബിയറിംഗ് കപ്പാസിറ്റി. ഇഫ് ദ മദർ പാംസ് ആർ ദ പ്രോജനി ഓഫ് എലൈറ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല പ്ലാന്റിംഗ് മെറ്റീരിയലിന്റെ ഇതാണ് എങ്കിൽ ഇറ്റ് ഗീവ്സ് കൺസിസ്റ്റന്റ്ലി ഹയർ ഈൽഡ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 6 years. അപ്പൊ നല്ല ഈൽഡ് അത് തരും. അപ്പൊ സീഡ് നട്ട്സ് ക്യാൻ ബി കളക്ടഡ് ഫ്രം. അപ്പൊ അത്തരത്തിലുള്ള പാംസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സീഡ് നട്ട്സ് കളക്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു 20 വർഷം എന്നുള്ള ഒരു കണക്ക് എടുക്കണം എന്നില്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള നല്ല പ്ലാന്റിംഗ് മെറ്റീരിയലുകളാണെങ്കിൽ ഒരു 6 വർഷം തുടർച്ചയായിട്ട് നല്ല രീതിയിലൊക്കെ ഈൽഡ് തരുന്നതാണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് മോർ ദാൻ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ്. അതായത് നമ്മുടെ തെങ്ങിന്റെ ഓല 30ഓളം ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരിക്കണം. വിത്ത് ഷോർട്ട് സ്ട്രോങ് PTO ആൻഡ് വൈഡ് ലീവ്സ്. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ കൊടുത്തു വെച്ചു. ഇപ്പൊ നമ്മൾ 18 നട്ട്സ്, നോട്ട് ലെസ് ദാൻ 18 നട്ട്സ് പറഞ്ഞു. മോർ ദാൻ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ്. അപ്പൊ അതൊരു കണക്കാണ്. അപ്പൊ ആ ഒരു എന്താ പറയുക, ഒരു മാനദണ്ഡമാണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ ബിയറിംഗ് അറ്റ്ലീസ്റ്റ് 12 ബഞ്ചസ്, കുറയാത്തത് 12 ബഞ്ചസ്, കുറഞ്ഞത് ഒരു 12 ബഞ്ചസ് ഓഫ് നട്ട്സ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ തേങ്ങാക്കുലകൾ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് നട്ട്സ് വിത്ത് സ്ട്രോങ് ബഞ്ച് സ്റ്റോക്സ്. ദെൻ ബിയറിംഗ് നട്ട്സ് ഓഫ് മീഡിയം സൈസ് ആൻഡ് ഒബ്ലോങ് ഷേപ്പും, ഒരു മീഡിയം സൈസ് ഒരു ഒബ്ലോങ് ഷേപ്പ് ആയിരിക്കണം. ദെൻ ഹസ്ബി നട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 600 gram. ദെൻ മീൻ കൊപ്ര കണ്ടന്റ് എന്ന് പറയുന്നത് 150 gram പെർ നട്ട്, അല്ലെങ്കിൽ കുറഞ്ഞത് 150 gram എങ്കിലും കൊപ്ര കണ്ടന്റ് വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതലും. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ്, ഈ ഒരു 7 പോയിന്റ്സ് സെലക്ഷൻ ഓഫ് മദർ പാംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ വായിച്ചു വെക്കുക. ഇതിനകത്തും ചിലപ്പം നമുക്ക് എന്താണ് ഒരു അസേർഷൻ റീസൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊക്കെ ചോദിക്കും. അപ്പൊ കുറച്ച് നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇതിനകത്തുണ്ട്. 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ്, 12 ബെഞ്ചസ് പറഞ്ഞു. ഹസ്ബി നട്ടിന്റെ വെയിറ്റ് 600 gram, ഒരു 1/2 kilo ഒരു അടുപ്പിച്ചുണ്ടാവണം. പിന്നെ മീൻ കൊപ്ര കണ്ട് ഒരു 150 gram വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്ലൈഡ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ സീഡ്ലിങ്സ്, തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ തേങ്ങയുടെ, അതായത് നമ്മൾ വിത്ത് പാകിയതിനു ശേഷം
അത് സീഡ്ലിംഗ് ആയി വരുമ്പോൾ അതിൽ നമ്മൾ സീഡ്ലിംഗ് സെലക്ട് ചെയ്യുക. അതിന് വേണ്ട കുറച്ച് ക്രൈറ്റീരിയസ് ആണ്. ഇത് നമുക്ക് POP പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് സീഡ് നട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചു വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെയാണ് സീഡ് നട്ട് സെലക്ട് ചെയ്യുന്നത്, അത് നടുന്ന രീതി, കാര്യങ്ങളൊക്കെ. പിന്നെ സെലക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സൈറ്റ് ഫോർ നഴ്സറി. നഴ്സറി എന്ന് വെച്ചാൽ നമ്മൾ ഈ സീഡ്ലിംഗ്സ് ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഒക്കെ ഉള്ള നല്ലൊരു വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നല്ല ലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അതൊക്കെ വളരെ നമ്മുടെ കോമൺ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് ആണ്. അപ്പൊ അതൊന്നും നമ്മളൊരു കഥ പോലും ഇങ്ങനെ വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരിക്കലൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. ദെൻ സ്പേസിംഗ് ഓഫ് നട്ട്സ് പറയുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്, നഴ്സറിയിൽ എന്തൊക്കെ കെയർ, അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എടുക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇത് നമുക്ക് അടുത്ത് സെലക്ഷൻ ഓഫ് സീഡ്ലിംഗ്സ്. അപ്പൊ സെലക്ഷൻ ഓഫ് സീഡ്ലിംഗ്സിനകത്ത് എങ്ങനെയാണ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ്? ഏർലി ജെർമിനേഷൻ, അതായത് പെട്ടെന്ന് മുളയ്ക്കുന്നത്, റാപ്പിഡ് ഗ്രോത്ത്, നല്ല സീഡ്ലിംഗ് വിഗർ ഉള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, ഈ 6 മുതൽ 8 വരെ 6 to 8 ലീവ്സ് ഫോർ 10 to 12 month ഓൾഡ് സീഡ്ലിംഗ്. അതായത് 1 വർഷം പ്രായമായിട്ടുള്ള ഒരു നമ്മളിത് നട്ട് 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 6 മുതൽ 8 ലീവ്സ് വരെ അതിനകത്ത് കാണാം. അറ്റ്ലീസ്റ്റ് 4 ലീവ്സ് ഫോർ 9 month ഓൾഡ് സീഡ്. 9 മാസം പ്രായമുള്ളതാണെങ്കിൽ 4 ലീവ്സ് കാണണം. ദെൻ കോളാർ ഗിർത്ത്, അതിന്റെ ചുവട് ഭാഗം, കോളാർ ഗിർത്ത് എന്ന് പറയുന്നത് ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ ആയിരിക്കണം. ഏർലി സ്പ്ലിറ്റിംഗ് ഓഫ് ലീവ്സ്. നമുക്കറിയാം തെങ്ങിൻ തൈകൾ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഓല ഇലകൾ ഇങ്ങനെ അടുത്തിരിക്കുമായിരിക്കും, പിന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങുമായിരിക്കും. അപ്പൊ ഏർലി സ്പ്ലിറ്റിംഗ് ഓഫ് ലീവ്സ് സംഭവിച്ചിരിക്കണം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സെലക്ഷൻ ഓഫ് സീഡ്ലിംഗ്സിനകത്ത് വരുന്ന പോയിന്റ്സ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മദർ ഫാം സെലക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു 4 പോയിന്റ്സ് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പിന്നെ റിമൂവൽ ഓഫ് സീഡ്ലിംഗ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇനി സീഡ്ലിംഗ്സ് നമ്മൾ നടുന്നതിന്റെ സ്പേസിംഗ് ആണ്. അപ്പൊ ഈ സ്പേസിംഗ് ഞാൻ ക്വസ്റ്റൻ ആയിട്ട് ഇട്ടിട്ടില്ല. നമുക്ക് ആ ഒരു സ്പേസിംഗ് ഫോർ കോക്കനട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള അതേ ടേബിൾ ആണ്, POP ഉള്ള അതേ ടേബിൾ ആണ്. ഇതിപ്പം നമുക്ക് പ്രധാനമായിട്ടും ജനറൽ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സ്പേസിംഗ് പറയാൻ 7.6 by 7.6 ആണ് നോർമലി നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ഓരോ പ്ലാന്റിംഗ് സിസ്റ്റംസ് ആണ്. ട്രയാങ്കുലറിൽ എത്രയാണ്, സ്ക്വയർ സിസ്റ്റത്തിൽ എത്രയാണ്, സിംഗിൾ ഹെഡ്ജ്, ഡബിൾ ഹെഡ്ജ്. അപ്പൊ ജസ്റ്റ് വായിച്ചു വെക്കാം. ഈ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പ്ലാന്റ്സ് നിങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കണമെന്നില്ല. അത്തരത്തിലേക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എന്നാൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ട്രയാങ്കുലർ ആണെങ്കിൽ 7.6 മീറ്റർ ആണ്. ദെൻ സ്ക്വയർ ആണെങ്കിൽ എത്രയാണ്, സിംഗിൾ ഹെഡ്ജ്, ഡബിൾ ഹെഡ്ജ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പേസിംഗ് ഒന്നും കോക്കനട്ടിന്റെ ഇത്രയും ഓരോ സിസ്റ്റം ബേസ് ഒന്നും അസിസ്റ്റന്റ് എക്സാമുകൾക്ക് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഇപ്പം സിലബസ് ഒക്കെ മാറി സ്ഥിതിക്ക് ഒരു പക്ഷെ എന്തെങ്കിലും കോക്കനട്ട് ഒക്കെ എടുത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചെങ്കിലേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്വസ്റ്റൻസ് അധികം വന്നിട്ടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്പേസിംഗ് പോലെ തന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷന്റെ 2 ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഓഫ് യങ് പാംസ് ഇൻ റിലേഷൻ ടു ദാറ്റ് ഓഫ് അഡൽട്ട് പാംസ്. യങ് പാംസിന്റെ ഒരു, അതായത് ഏകദേശം ഒരു 3 വർഷം പ്രായത്തിനകത്തുള്ളതിനകത്ത് 3 months, 1 year, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ എത്ര 2 സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും. ഒന്ന് 1 വർഷത്തിൽ ഏപ്രിൽ ജൂൺ മാസം ആ ഒരു കാലഘട്ടത്തിലും, ദെൻ സെപ്റ്റംബർ ഒക്ടോബർ, അങ്ങനെ ആ ഒരു 2 തവണകളായിട്ടായിരിക്കും. അത് എത്രയാണോ ഒരു 10-1, 9-1, അങ്ങനെ എത്ര പാർട്ടായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ കാണാതെ പഠിക്കണം ഞാൻ പറയത്തില്ല. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പക്ഷെ ഈ ഒരു ടേബിൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഇതൊന്ന് പഠിക്കേണ്ടത് നമുക്കിപ്പോൾ സാധാരണ നമ്മളിപ്പോ ഒരു സെമസ്റ്റർ എക്സാം ഒക്കെ ആണെങ്കിൽ ഈ ഒരു ടേബിളൊക്കെ നമ്മൾ കാണാതെ പഠിക്കാറുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. അതായത് ആവറേജ് മാനേജ്മെന്റിൽ പരിചരിക്കപ്പെടുന്ന ഒരു കോക്കനട്ടിന്റെ ജനറൽ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ചോദിക്കാന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ യൂഷ്വലി ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ പറയുന്നത് എങ്ങനെയാ, NPK റേറ്റിലായിരിക്കും. അതായത് 0.34, 0.17, 0.68. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കുട്ടനാട് റീജിയൻ, സെക്കൻഡ്, അതായത് കുട്ടനാട് റീജിയനിലെ റിക്ലൈംഡ് ക്ലേ സോയിൽസിൽ നിങ്ങൾ കോക്കനട്ട് നടുമ്പോൾ അതിന്റെ NPK റെക്കമെൻഡേഷൻ. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എടുത്തിട്ട് ഈ ഒരു സ്ലൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, എല്ലാത്തിന്റെയും ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എല്ലാ ക്രോപ്സിന്റെയും പഠിക്കുന്നത് പോലെ നമുക്കിത് കാണാതെ പഠിക്കുക തന്നെയാണ് നിവർത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഏകദേശം ഒരു കണക്ക് വെക്കാം. 0.34, ഇതിന്റെ പകുതി 0.17, അങ്ങനെയുള്ള രീതിയിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ്സും ഹൈ ഈൽഡിംഗ് പാംസും ഇത് നോക്കിയും, ഹൈബ്രിഡ്സും ഹൈ ഈൽഡിംഗ് പാംസിനകത്തും 2 കണ്ടീഷൻ, ഇറിഗേറ്റഡ് ഏരിയാസും റെയിൻഫുഡ് കണ്ടീഷനാണ് എങ്ങനെ കൊടുക്കാം. ദെൻ സതേൺ കേരള. ഇനി ഇതൊക്കെ ചോദിക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഒരിക്കൽ നമുക്ക് ബ്ലാക്ക് പെപ്പർ, നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ബ്ലാക്ക് പെപ്പർ തന്നെ നമുക്ക് ഇനി പെപ്പർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും
രണ്ട് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഉണ്ട്. ഇതൊന്ന് ഗുഡ് ആയിട്ടുള്ള ഒരു ആവറേജ് മാനേജ്മെന്റിലും ആവറേജ് മാനേജ്മെന്റ് ഓർമ്മയിൽ ഞാൻ പറയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇങ്ങനെ എടുത്ത് ചോദിച്ചു ഇന്ന ആവറേജ് മാനേജ്മെന്റ് വരുമ്പോൾ അതിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എങ്ങനെയാണ്. അതുപോലെ നമുക്ക് വേണേൽ ഇങ്ങനെ ചോദിക്കാം, കോക്കനട്ട് നമ്മൾ ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസിൽ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ? ഒരു ക്വസ്റ്റ്യൻ വന്നു, എത്രയാണ് ഈ ടേബിൾ നോക്കിയെന്ന് പറഞ്ഞേ. What is the fertilizer recommendation for a coconut plantation that is maintained in good management practices? ഈ ടേബിളിനകത്തുണ്ടെന്ന് പറഞ്ഞേ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇട്ടില്ലേ ഉള്ളൂ. പറഞ്ഞോ, കറക്റ്റാ? 0.5:0.32:1. അപ്പൊ ഈ ഒരു ടേബിൾ അങ്ങ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി വെച്ചു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിന് മുന്നത്തെ കോക്കനട്ടൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും മറ്റ് ക്രോപ്സ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് സ്പൈസസിന്റെ പ്ലാന്റേഷന്റെ ഒക്കെ വേറെ ക്രോപ്സ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടേബിൾ ഒന്ന് കാണാതെ പഠിക്കണം.